ഫൈസലക്കയുടെ ഹൗസ് വാമിങ്ങിന് ആദില നൂറ എന്ന സ്വവർഗ അനുരാഗികൾ അവരെ ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം അങ്ങനെ ക്ഷണിക്കാതെ വരുന്നവരൊന്നുമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടും അവരുടേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ്. അല്ലാതെ വലിഞ്ഞു കയറി വരുന്നവരൊന്നുമല്ല. എന്നാൽ അവരവിടെ വന്ന് അവർക്ക് വേണ്ട എല്ലാ സ്വീകരണവും കൊടുത്ത് സന്തോഷം എല്ലാം കൈമാറി അവിടെ ഹൈദരാലി അദ്ദേഹമൊക്കെ ക്ഷണിച്ച് ഇക്കയ്ക്ക് പരിചയപ്പെടുത്തി നല്ല നിലയിൽ നിങ്ങൾ പരിചയപ്പെട്ടൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതിനുശേഷം പലരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട് പിന്നീട് അത് പല രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായപ്പം അത് ഞാൻ ക്ഷണിച്ചിട്ട് വന്നതല്ല, എൻ്റെ വീട്ടിലേക്ക് ആദില നൂറയെ ക്ഷണിച്ചിട്ടില്ല, ഈ പറയുന്ന മാതാപിതാക്കളെ അനുസരിക്കാത്ത അല്ലെങ്കിൽ പിന്നെ എന്താണ് മാന്യതയില്ലാത്ത പല വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അങ്ങ് ആ ഒരു രണ്ട് വനിതകളെ അവരെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ പോസ്റ്റ് അങ്ങ് പിൻവലിക്കുകയും ചെയ്തു. ഏതായാലും അതെന്ത് നിലപാടാണ് ഇത്രയും ആളുകൾ വിളിച്ചിട്ട് അവരെ മാത്രം വിളിച്ചില്ല, വിളിക്കാതെ കയറി വന്നതാണെന്ന് പറയുന്നതിൻ്റെ മാന്യത എന്താണ്? അതിന് ഏത് ആളുകളുടെ വിമർശനം വന്നാലും അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയും, എൻ്റെ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയാനുള്ള ഒരു മാന്യത കൂടി അങ്ങക്ക് ഉണ്ടാകണമായിരുന്നു. ഏതായാലും ഈ PR വർക്ക് നടത്തി അല്ലെങ്കിൽ ഇതിനു വേണ്ടി സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്ന കമ്പനി നിങ്ങളോട് സംസാരിച്ച് അതിൻ്റെ സൈൻ വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവരെ കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ പിന്നെ ഇതിനകത്ത് തിരികെ കയറി വരിക അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മുതലാക്കി അകത്ത് കയറാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ അതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന പലരെയും കാണുമ്പോൾ നമുക്കറിയാം ഇവരൊക്കെ വലിഞ്ഞു കയറി വന്നിട്ടുള്ളവരാണ്. അതിൽ ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആൾക്കാരും ഈ പറഞ്ഞ വ്ളോഗർമാരും ഒക്കെ ഉണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന ഒരു കണ്ടൻറ്റാണ്, അവർക്ക് കിട്ടുന്ന ഒരു ആഘോഷമാണ് എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ അതിനൊന്നും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. കാരണം നിങ്ങൾ അവരെ എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ ആദില നൂറയെ ആക്ഷേപിച്ചതിനകത്ത് വ്യത്യസ്ത അഭിപ്രായം വരുമ്പോൾ നിങ്ങളുടെ നിലപാട് ശരിയായിരിക്കണമായിരുന്നു. അവരെ ഉൾക്കൊള്ളാനുള്ള താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കണമായിരുന്നു. കാരണം അവരെ ക്ഷണിച്ചത് നിങ്ങളാണ്. ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. അവരെ ഉൾക്കൊള്ളാനും അവരെ സ്വീകരിക്കാനും അവരുടെ ജീവിതത്തെ കൊട്ടിഘോഷിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഞങ്ങളുടെ സംസ്കാരവുമല്ല.